എല്ലാവർക്കും ഐഷാസ് ക്രിയേറ്റീവ് വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഐഷ മിൻഹ. ഞാൻ കുറേ നാളെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു, പക്ഷെ ഇപ്പോഴാണ് നടന്നത്. അപ്പോൾ ഞാനൊരു സിമ്പിൾ ബോട്ടിൽ ആർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതിലേക്ക് പോകാം. നമുക്ക് ബോട്ടിൽ ആർട്ടിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് കവർ വേണം, പിന്നെ നമ്മുടെ കാപ്പിപ്പൊടി വേണം, പിന്നെ ഒരു രണ്ട് A4 ഷീറ്റ് വേണം, പിന്നെ കുറച്ച് വെള്ളം, പിന്നെ ഫെവിക്കോൾ മിക്സ് ഒരു സ്പൂണും ഒരു ബൗളും, പിന്നെ ഒരു ബ്രഷ്, പിന്നെ നമുക്കൊരു മെഴുകുതിരി വേണം, പിന്നെ ബോട്ടിലിൻ്റെ നെക്കി ചുറ്റാൻ ഇതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടണ ഇതുപോലത്തെ ഒരു കയറ് വേണം, പിന്നെ കുപ്പി വേണം, പിന്നെ ഫെവിക്കോള്, പിന്നെ കാപ്പിപ്പൊടി മിക്സ് ചെയ്യാൻ ഒരു ബൗൾ വേണം, പിന്നെ വാർണിഷ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബോട്ടിൽ ആർട്ട് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ A4 ഷീറ്റ് ഇതുപോലെ നമുക്ക് കീറിയെടുക്കാം. അപ്പം നമ്മളിവിടെ പേപ്പറൊക്കെ കീറി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കാപ്പിപ്പൊടി ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പേപ്പർ ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് ഇവിടെ ഉണക്കാൻ ഈ പ്ലാസ്റ്റിക് കവർമ വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് കവർമ വെച്ചില്ലെങ്കിൽ അത് പേപ്പറിലൊക്കെ ആണെങ്കിൽ നമുക്കത് എടുക്കുമ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കും. നമുക്കിത് ഉണങ്ങിയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ പേപ്പർ ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കത്തിച്ചെടുക്കാം. മൊത്തം കത്തിക്കരുത്, അതിൻ്റെ ഒരു സൈഡ് കത്തി വരുമ്പോൾ കിടത്തിയിട്ട് എന്തെങ്കിലും വെച്ചൊന്ന് കത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ കത്തിച്ച എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതുപോലത്തെ ഒരു ബ്ലാക്ക് ഡിസൈൻ വരാനാണ്. അപ്പോൾ നമ്മളെല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ബോട്ടിലേക്ക് ഒട്ടിക്കാം. ബോട്ടിലേക്ക് ഒട്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഫെവിക്കോളും വെള്ളവും കൂടിയും ചെയ്തിട്ടുള്ളൊരു മിക്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. പിന്നെ ഫെവിക്കോള് ഒരു സ്പൂണിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇടാം. നമുക്ക് അതേ സ്പൂണിൽ തന്നെ കുറച്ച് വെള്ളവും കൂടിയും എടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മൾ ഫെവിക്കോള് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ബോട്ടിൽ മേലേക്ക് ഈ പേപ്പർ വെച്ച് പേസ്റ്റ് ചെയ്യാം. ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ തേച്ച് കൊടുക്കുക. ശേഷം പേപ്പർ പീസ് എടുത്ത് വെച്ച് കൊടുക്കുക. അപ്പം പകുതി ഒട്ടിച്ചിട്ട് ഇവിടെയും കൂടിയൊക്കെ ഒട്ടിക്കണം. അപ്പം എനിക്ക് 2 അനിയന്മാരുണ്ട്. അവരെ ഭയങ്കര കുറുമ്പന്മാരാണ്. അപ്പോൾ അവരുടെ ശബ്ദം കേൾക്കുന്നുണ്ടാവും, ക്ഷമിക്കണം. നമ്മൾ ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടി ഇത് ഒന്നും കൂടി അടിച്ചു കൊടുക്കാം. അപ്പം നമ്മളുടെ ബോട്ടിൽ ഇപ്പോൾ ഇവിടെ ഒരു കോട്ട് വാർണിഷ് അടിച്ച് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടണ ജൂട്ട് ത്രെഡ് ഇതുമ്മ ചുറ്റി കൊടുക്കാം. ഞാൻ ഇവിടെയാണ് ചാക്കിനുള്ളിൽ ചുറ്റാൻ ഉദ്ദേശിക്കണം. അപ്പോൾ നമുക്ക് ഫെവിക്കോള് അപ്ലൈ ചെയ്യാം. അത് തന്നെ എന്നിട്ട് അതിവിടെ ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിയിലും മുകളിലും ചുറ്റിയിട്ടുണ്ട്. ഇതുപോലത്തെ നാരൊക്കെ കളയാനായിട്ട് ഇതുപോലെ ഒന്ന് കത്തിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങ് പൊക്കോളും. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം.
ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിലോളം നോഷം കൊടുത്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ബൈ ബൈ.